എൻ ശ്രീകുമാർ, എന്താണ് എല്ലാം തീർന്നു എന്ന് പറഞ്ഞ് കൈകെട്ടിയിരിക്കുന്ന കോൺഗ്രസിനോട് ഇപ്പോൾ ചോദിക്കാനുള്ളത് എന്നുള്ളത് ആണ് നമ്മുടെ ഇപ്പോഴത്തെ വിഷയം. എല്ലാ നടപടിയും എടുത്തു കഴിഞ്ഞു, ഇനി ഈ കാര്യത്തിൽ എന്തുണ്ട് ഇനി അന്വേഷിക്കാൻ എന്ന് സമൂഹ മാധ്യമങ്ങളിൽ തന്നെ കോൺഗ്രസ്സിന് എല്ലാ ജോലിയും തീർന്നു എന്ന് പറഞ്ഞു വെക്കുന്നവരുണ്ട്. ഇത് നോക്കൂ, ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എതിരെ വന്ന പരാതികളൊക്കെ നേതൃത്വത്തിൻ്റെ കയ്യിലിരിക്കുമ്പോഴാണ് ഈ കാര്യത്തെക്കുറിച്ചൊക്കെ ഇപ്പോൾ ഇവിടെ ശ്രീ ജേക്കബ് ജോർജ് ചൂണ്ടിക്കാട്ടിയ സംഘടനയ്ക്കകത്ത് എങ്ങനെയാണ് അധികാരം ഉണ്ടാക്കിയെടുക്കാനും അത് നിലനിർത്താനും അത് പിന്നീട് തൻ്റെ ആളുകൾക്ക് അത് വീതിച്ച് എത്തിക്കാനും ഒക്കെയായി രാഹുൽ മാങ്കൂട്ടവും സംഘവും അദ്ദേഹത്തിൻ്റെ മുകളിലും താഴെയുമുള്ളവരും ഒക്കെ ചേർന്ന് കാര്യങ്ങൾ ഒരുക്കിയത് എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. താങ്കൾക്കും അറിയാവുന്ന കാര്യങ്ങളുണ്ട്, അതിനകത്ത് പാർട്ടിക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ട്. പാർട്ടിയുടെ നേതാക്കൾ ഇയാളെക്കുറിച്ച് ഇപ്പോൾ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇത് ശരിവെക്കുന്നതാണ്. പിന്നീട് ഇയാളുടെ വ്യക്തിപരമായ വൈകൃതങ്ങളെക്കുറിച്ച് ഇന്ന് മുഖ്യമന്ത്രി തന്നെ അത് സൂചിപ്പിച്ചിട്ടുമുണ്ട്. ഈ കാര്യത്തെക്കുറിച്ച് ലൈംഗിക വൈകൃതത്തിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നതിനെക്കുറിച്ച് ഒക്കെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് വരുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ. ഇതൊന്നും നമുക്ക് തർക്കമില്ലാത്ത കാര്യങ്ങളാണ്, അതിനെ അനലൈസ് ചെയ്യുക എന്നുള്ളതല്ല. പക്ഷേ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട്, അങ്ങനെ തന്നെയുള്ള ആളാണ് ഇയാളെന്ന് അറിഞ്ഞുകൊണ്ട് ഇയാളെ പാലക്കാട്ട് അവതരിപ്പിച്ചവർ, ഈ നിമിഷം വരെ ഇയാളെക്കുറിച്ച് മോശമായി ഒരു വാക്ക് പോലും സമൂഹ മാധ്യമത്തിൽ പറയാത്ത നേതാക്കൾ, ചിലരൊക്കെ ഹെഡ്മാഷ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഈ കൂട്ടത്തിൽ. അവരൊക്കെ ഇപ്പോഴും ഇയാളെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്നു എന്ന ധ്വനിയാണ് മുഖ്യമന്ത്രി പറഞ്ഞതിൽ നിന്ന് പോലും വായിച്ചെടുക്കേണ്ടത്. ചിലർ പ്രതിക്ക് സംരക്ഷണം ഒരുക്കുന്നു. ഇപ്പോൾ പോലീസിന് പിടികിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ, അയാൾ വഴുതി പോകുന്നുണ്ടെങ്കിൽ ഉത്തരവാദികൾ ആരാണ്? കോൺഗ്രസിനകത്ത് ഇയാളെ സംരക്ഷിച്ച ആരൊക്കെയാണ്? നോക്കൂ ഡോക്ടർ ലാല്, താങ്കൾ ചോദിക്കുന്നത് ആരെക്കുറിച്ചാണ്? ആരെക്കുറിച്ചാണ് എന്നോട് ചോദിക്കുന്നത്? കോൺഗ്രസിനെ കുറിച്ചാണ്. കോൺഗ്രസ് ഈ കാര്യത്തിൽ ആരെയാണ് സംരക്ഷിക്കുന്നത് എന്നുള്ളത്, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഇപ്പോഴും ഒരു MLA ആയിരിക്കുന്ന ആരുടെ കാര്യമാണ് പറയുന്നത്? കോൺഗ്രസിന്റെ MLA അല്ല എന്ന് കോൺഗ്രസ് ഇപ്പോൾ ഇന്നലെ മുതൽ ഉച്ചയ്ക്ക് ശേഷം പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചാണ് എൻ്റെ ചോദ്യം. അങ്ങനെ, അതായത് കോൺഗ്രസ്സിൽ ഇല്ലാത്ത ഒരാളെക്കുറിച്ച് ഞാൻ എങ്ങനെയാണ് മറുപടി പറയാം? എനിക്കറിയാത്ത കാര്യമാണ്. കാരണം ഒരുപാട് പേര് ഈ നാട്ടിൽ കോൺഗ്രസ്സിൽ ഇല്ലാത്തവരൊക്കെ ഉണ്ട്, അവരെക്കുറിച്ചൊക്കെ ഞാൻ മറുപടി പറയണോ? പക്ഷേ മുഖ്യമന്ത്രി മറുപടി പറയണം. കാരണം എന്താ വെച്ചാൽ BD സതീശൻ പ്രതിപക്ഷ നേതാവിനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിന് നമ്മുടെ മുഖ്യമന്ത്രി ഒരു മറുപടി പറഞ്ഞാൽ മതി. അതായത് ഒരു പരാതി ഒരു MLAക്കെതിരെ കിട്ടി, ആ പരാതി കിട്ടിയിട്ട് ആ പരാതി വെച്ചുകൊണ്ടിരിക്കാതെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസുകാരനെ കൊണ്ട് ആ MLA എവിടെയാണെന്നൊക്കെ ഒന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ പിടിക്കാമായിരുന്നു. എന്തുകൊണ്ടാണ് പിടിക്കാത്തത്? എന്താണ് മുഖ്യമന്ത്രിയുടെ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യാത്തത് എന്നൊരു ചോദ്യം ഒന്ന് ഉന്നയിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. ഉത്തരം പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയാ. അതിന് രതിവൈകൃതം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഉത്തരം പറയണം. ഞങ്ങളുടെ പോലീസിന് പിടിക്കാൻ പറ്റില്ലെങ്കിൽ പിടിക്കാൻ പറ്റില്ലെന്ന് പറയണം ആരാണെങ്കിലും. അല്ല, ഇത്തരം വൈകൃതങ്ങൾ, ഇത്തരം കേസുകളൊക്കെ അടങ്ങിയ പരാതികൾ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ഉൾപ്പെടെ കയ്യിലേക്ക് വന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുകയായിരുന്നു ഇക്കാലം അത്രയും? ആരെക്കുറിച്ച്? കോൺഗ്രസിൽ ഇല്ലാത്ത ഒരാളെ കുറിച്ച് എന്തിനാ പറയണേ? അല്ല, കോൺഗ്രസിൽ ഇന്നലെ മുതലാണല്ലോ, ഇന്നലെ ഉച്ചയ്ക്ക് 2:26 മുതലാണല്ലോ, ഇന്നലെ ഉച്ചയ്ക്ക് 2:25 വരെ മാസങ്ങളോളം കയ്യിൽ വെച്ചിരുന്ന പരാതിയെ കുറിച്ചാണ് എൻ്റെ ചോദ്യം. മാസങ്ങളോളം കൈവച്ചിരുന്ന പരാതിയല്ലല്ലോ. നിങ്ങളുടെ പത്രത്തിൽ തന്നെ CPMൻ്റെ മുഖപത്രം തന്നെ ഇന്ന് എഴുതിയിട്ടുണ്ട്. നവംബർ 28 കിട്ടിയ പരാതി ഡിസംബർ 2 വരെ വെച്ചുകൊണ്ടിരുന്നു എന്നുള്ളത്. അതിൻ്റെ തമാശ എന്താ വെച്ചാൽ അത് മുഖ്യമന്ത്രിക്ക് കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞു. അതിനുശേഷം നടപടിയെടുത്ത് പുറത്തായ ഒരാളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ലെന്നേ. നിങ്ങൾ കോൺഗ്രസിലെ വേറെ വല്ല കാര്യങ്ങളും ഞാൻ ഈ പറയുന്ന ഏറ്റവും ഒടുവിൽ പോലീസിലേക്കോ മുഖ്യമന്ത്രിയിലേക്കോ കൈമാറിയ പരാതിയെക്കുറിച്ചോ അത് പിന്നീട് DGPയിലേക്ക് എത്തിയതിനെക്കുറിച്ചോ ആ പരാതിയുടെ ഒരു കോപ്പി പ്രതിപക്ഷ നേതാവിന് വന്നതിനെക്കുറിച്ചൊന്നും അല്ല എൻ്റെ ചോദ്യം. അതിനൊക്കെ എത്രയോ മുമ്പ് ഇതൊക്കെ ഇങ്ങനെ വരാതെ തന്നെ നിങ്ങൾ നടപടിയെടുത്ത് ഞങ്ങളെയൊക്കെ രക്ഷിക്കണം, ഈ പാർട്ടിയെ രക്ഷിക്കണം, ഈ യൂത്ത് കോൺഗ്രസിനെ രക്ഷിക്കണം, സ്ത്രീകളെ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കണം, ഇതവിടെ ഉദ്യോഗസ്ഥർക്ക് ജീവിക്കാൻ വയ്യ, മറ്റ് സ്ത്രീകൾക്ക് ജീവിക്കാൻ വയ്യ, മാധ്യമപ്രവർത്തകരായ സ്ത്രീകൾക്ക് ജീവിക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയിലെ നേതാക്കളുടെ മക്കൾക്ക് വലിയ രീതിയിലുള്ള പീഡനം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി നേതാവ് ഉൾപ്പെടെ DD സതീശൻ ഉൾപ്പെടെ KPCC അധ്യക്ഷൻ ഉൾപ്പെടെ നൽകിയിട്ടുള്ള പരാതിയെക്കുറിച്ചാണ്, ആ പരാതികൾ ചർച്ച ചെയ്ത പാർട്ടിയെക്കുറിച്ചാണ്
എൻ്റെ ചോദ്യം. ഒരു പാർട്ടിയില്ല, പാർട്ടിക്ക് ബന്ധമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയാൻ പറ്റില്ല. പാർട്ടിയിൽ അങ്ങനെ ഒരാളില്ലെന്നേ. ഇല്ലാത്ത ആളെക്കുറിച്ച് എങ്ങനെയാണ് പറയുക? മുഖ്യമന്ത്രിക്ക് പറയാം. നിങ്ങൾ ഈ ചോദിച്ച ചോദ്യങ്ങൾ ഞാൻ മുഖ്യമന്ത്രി നാളെ തൃശ്ശൂർ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പത്രലേഖകരെ കൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ പത്രത്തിലൂടെ പറയാം, ഇങ്ങനെ മുഖ്യമന്ത്രി വരുമ്പോൾ ഈ കോൺഗ്രസ് പുറത്താക്കിയ പാലക്കാട്ട് MLA കുറിച്ച് ചോദിക്കണം, അദ്ദേഹത്തെ എന്തിനാണ് ഗവൺമെൻറ് സംരക്ഷിക്കുകയാണോ അതോ എന്താണ് പിടിക്കാത്തത്? ഇത്രയും കാലം വലിയ സ്ത്രീപക്ഷ നിലപാടൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രതിയെ പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കേരള പോലീസ് എത്തിയോ അതോ നിങ്ങൾ ഒളിപ്പിച്ചിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കാനായിട്ട് പറയാം. പിന്നെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇവിടെ രണ്ട് നിലപാടുകൾ നമ്മൾ ചർച്ച ചെയ്യണം. രണ്ട് നിലപാടുകൾ. എന്ത് നിലപാടാണ്? ഒന്ന് കോൺഗ്രസിൻ്റെ നിലപാടും ഒന്ന് CPMൻ്റെ നിലപാടും. കോൺഗ്രസിൻ്റെ നിലപാടാണ് ഇന്നൊരു മേൽക്കൈ നേടിയിരിക്കുന്ന നിലപാട്. CPMൻ്റെ നിലപാട് ഇന്നലെ ഗോവിന്ദ മാഷ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഞങ്ങൾക്കില്ലാത്ത വിഷമം നിങ്ങൾക്ക് എന്തിനാണ് എന്ന് വെച്ചാൽ ചോദ്യം ഇതായിരുന്നു. ശബരിമല, ഇവിടെ ശ്രീ ജേക്കബ് ജോർജിനോട് എനിക്ക് ആ ചോദ്യം ചോദിക്കാനുണ്ട്. അദ്ദേഹം ഒരു മറ്റേ പാർട്ടിക്കാരനല്ല, എന്നാൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അറിയണം. അതായത് ശബരിമല ശാസ്താവിൻ്റെ സ്വർണം കൊള്ള ചെയ്ത കേസിൽ ഒന്നാം കേസിൽ അറസ്റ്റിലായി ജയിലിലായി, രണ്ടാം കേസിൽ അറസ്റ്റിലായി ജയിൽവാസം നീട്ടിക്കൊടുത്തു. ആ നേതാവ് പത്തനംതിട്ടയിലുള്ള പത്മകുമാറിനെ കുറിച്ച് പത്രലേഖകർ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി ഗോവിന്ദ മാഷോട് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ ചിരിച്ചുകൊണ്ടൊരു പരിഹാസ ചിരിയാണത്. പിന്നെ ഗോവിന്ദ മാഷ എപ്പോഴും ഒരു അദ്ദേഹത്തിൻ്റെ മുഖം എപ്പോഴും പ്രസന്നവദനാണ്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്കില്ലാത്ത വിഷമം നിങ്ങൾ എന്തിനാ? ജയിലിൽ കിടക്കുന്ന ഒരാളെ എങ്ങനെയാണ് ഞങ്ങൾ പുറത്താക്കുക? അത് ജയിലിലല്ലേ എന്നാണ് ചോദിച്ചത്. അതൊരു താങ്കൾക്കുള്ള അഭിപ്രായം പോലെ തന്നെ എനിക്ക് ശ്രീ N. ശ്രീകുമാറിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ പ്രസന്ന വദനത കാണുമ്പോൾ എനിക്കും അങ്ങയോട് വലിയ സ്നേഹമുള്ളത് കൊണ്ട് ഞാൻ ഇതുവരെ താങ്കൾ പറഞ്ഞതിൽ ഇടപെടാതെ എല്ലാം കേൾപ്പിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ഇനി ഞാൻ ഇടപെടുകയാണ്, ഒന്ന് ചോദിക്കുകയാണ്, താങ്കൾ എന്തിനെയാണ് ഈ സാമ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? രണ്ടും ഒരുപോലെയാണെന്ന് പറയുന്നത്. ഈ രതിവൈകൃതക്കാരൻ ഈ നാട്ടിലെ സ്ത്രീകളെ മുഴുവൻ മെസ്സേജ് അയച്ചും അല്ലാതെയും കടന്നുപിടിച്ച് റേപ്പ് ചെയ്തും പല രീതിയിൽ വരുത്തിയും അത് ഉണ്ടാക്കിയും അതിനുശേഷം അത് ഛിദ്രം വരുത്താൻ വേണ്ടിയുള്ള ഗുളികകൾ പലരുടെ കൊടുത്തയച്ചും കോൺഗ്രസ്സുകാരായ പ്രവർത്തകരുടെ കൊടുത്തയച്ചും ഒക്കെ നശിപ്പിക്കാൻ ശ്രമിച്ചും കൊലപ്പെടുത്താൻ ശ്രമിച്ചും ഭീഷണിപ്പെടുത്തിക്കൊണ്ടും ഒക്കെ കോൺഗ്രസ് മെഷീനറിയെ ഉപയോഗിച്ചുകൊണ്ട്, അത് സമൂഹ മാധ്യമ മെഷീനറി ആണെങ്കിൽ അതിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിൽ MLA സ്ഥാനം പോലും ഉണ്ടാക്കിയെടുത്ത് വ്യാജ ID കാർഡുകൾ ഉപയോഗിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ വരെ ആയി. ഇങ്ങനെയൊക്കെയാണെന്ന് ആ കൂട്ടർ തന്നെ, അവരുടെ കൂടെയുള്ളവർ തന്നെ പരാതി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേതാക്കൾ, ഞാൻ നേരത്തെ പറഞ്ഞ നേതാക്കൾ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അവരെപ്പോലും ഇപ്പോഴും അപമാനിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അയാൾ ഒരു ഭാഗത്ത്, ഇപ്പുറത്ത് ഒരു അഴിമതിയുടെ ചർച്ചയാണല്ലോ ശബരിമലയുമായി ബന്ധപ്പെട്ട്. അതിപ്പോഴും കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആ അന്വേഷണം പൂർത്തിയായി വരുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് തന്നെ ചർച്ച ചെയ്യാം. അത് രണ്ടും കൂടി താങ്കൾ ഒരുപോലെ തുലനം ചെയ്യുകയാണോ, സാമ്യപ്പെടുത്തുകയാണോ? ഇപ്പോഴത്തെ പത്മകുമാറിനെ പുറത്താക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ശിക്ഷിക്കുകയോ ചെയ്യുന്നത് പോലെയാണോ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പീഡകനെ MLA സ്ഥാനം കൊടുത്ത് ഇന്നലെ വരെ 2025 ഡിസംബർ 4 വരെ അദ്ദേഹത്തെ കൊണ്ടു നടന്ന് തീറ്റിപ്പോറ്റി ഇതുപോലെ ആക്കിയിട്ട് ഈ സ്ത്രീകളെ മുഴുവൻ ഒരു ഉത്തരവാദിത്വമില്ലാതെ ചവിട്ടി തേക്കാൻ കൂട്ടുനിന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് നിങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞ് ന്യായീകരിക്കുന്നത്? ഡോക്ടർ ലാലൻ, നിങ്ങളിങ്ങനെ പ്രസംഗിച്ചിട്ട് കാര്യമില്ല. കാരണം നിങ്ങളുടെ രോഷം എനിക്ക് മനസ്സിലാവും. അതായത് കൈരളിക്ക് താല്പര്യമുള്ള വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ഗതി മാറിപ്പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വിഷമം വരും. ഞാൻ നിലപാടെന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായില്ലല്ലേ? നിലപാടെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഒരു തീരുമാനമെടുത്ത് ഇന്നലെ ഒരാളെ പുറത്താക്കി. അതുപോലെ CPMലെ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ എടുത്ത നിലപാട്, അതാണ് നിലപാട്.